വിദ്യാഭ്യാസ ബന്ദിനോടനുബന്ധിച്ചാണോ ഈ പ്രതിഷേധ പ്രകടനം? തീർച്ചയായും കൃഷ്ണരാജ്, അതായത് ABVPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ കോഴിക്കോട് കിഡ്സൺ കോർണർ പരിസരത്താണ് ഈ പ്രതിഷേധം നിലവിൽ നടക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് വെച്ച് ഭാരതാമ്മ വിഷയത്തിൽ ABVP പ്രവർത്തകർക്കും മർദ്ദനം ഏറ്റിരുന്നു. ഈ മർദ്ദിച്ചവർക്കെതിരെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഈ ABVP പ്രവർത്തകർ ഇവിടെ ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അന്ന് പോലീസ് സ്വീകരിച്ച നടപടി, അത് SFI DYFI പ്രവർത്തകർക്ക് അനുകൂലമായ നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ വലിയ പ്രതിഷേധം അന്ന് തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, മർദ്ദിച്ചവർക്കെതിരെ കൃത്യമായ ഒരു നടപടിയും പോലീസ് കൈക്കൊണ്ടിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അന്ന് തന്നെ വ്യക്തമായിരുന്നു. അതായത് ഈ DYFI SFI ഗുണ്ടകൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന, അല്ലെങ്കിൽ അവരെ ഈ യുവമോർച്ച പ്രവർത്തകരെയും ഈ ABVP പ്രവർത്തകരെയും മർദ്ദിക്കുന്നതിന് വേണ്ടി ഇവരെ പിടിച്ചു കൊടുക്കുന്ന നിലപാടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു അന്ന് പോലീസ് പെരുമാറിയിരുന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിനെതിരെ യുവമോർച്ചയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു, പരാതി കൊടുത്തിരുന്നു. ഈ മർദ്ദിച്ച ഈ DYFI SFI ഗുണ്ടകൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും യാതൊരുവിധ ഇതിൽ മർദ്ദിച്ച ഒരു പ്രതിയെ പോലും പിടിക്കാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതിലുള്ള പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ പരിസരത്ത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് അന്ന് മർദ്ദിച്ച ഈ DYFI SFI ഗുണ്ടകൾ, അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം. FIR ഇട്ട് വധശ്രമത്തിന് കേസ് എടുത്തെങ്കിൽ പോലും യാതൊരുവിധ നടപടിയും ഇന്ന് വരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്കൂൾ മുടക്കിക്കൊണ്ട് ഇത്തരത്തിൽ ABVPയുടെ ചുടക്കുട്ടികൾ ഇവിടെ ഈ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ഈ ABVP പ്രവർത്തകർ പറയുന്നത്. ഇവിടെ നിലവിൽ ഈ കിഡ്സൺ കോർണർ പരിസരത്താണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ KSRTC പരിസരത്ത് നിന്ന് ആരംഭിച്ച് ഈ കിഡ്സൺ കോർണറിലേക്ക് ഈ പ്രതിഷേധം എത്തിയിരിക്കുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നടത്താനാണ് ABVP പ്രവർത്തകരുടെ തീരുമാനം. എന്തായാലും പോലീസിന്റെ നടപടിക്കെതിരെയാണ് ഇവരുടെ ഈ പ്രതിഷേധം. ഈ പോലീസ് ഈ SFI DYFI ഗുണ്ടകൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും അത് കൃത്യമായി വ്യക്തമാണ്. അതിനെതിരെയാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. കൃഷ്ണരാജ്, ശരി. ABVPയുടെ വിദ്യാഭ്യാസ ബന്ദിനോടനുബന്ധിച്ചുള്ള പ്രതിഷേധ പ്രകടനം ഇപ്പോൾ കോഴിക്കോട് നടത്തുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകര് കയ്യേറ്റം ചെയ്യാൻ നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ, അതിന് തയ്യാറെടുത്താൽ, പിന്നെ നിങ്ങളോട് മറുപടി പറയുന്നത് ഇത്തരത്തിലായിരിക്കില്ല. ഈ പ്രതിഷേധ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത് ABVPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ യദു കൃഷ്ണനാണ്. യദു കൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, ABVP എന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരവുമായിട്ട് ഇവിടെ വരാനുണ്ടായ സാഹചര്യം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് കേരള ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയുടെ MOU സൈൻ ചെയ്യാത്തത് മൂലം കേരളത്തിലെ ഏകദേശം 350ഓളം വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട പൈസ 3 വർഷങ്ങളായിട്ട് കിട്ടുന്നില്ല. ഏകദേശം 1500 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലേക്കായിട്ട് സ്കൂളുകളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള പൈസയാണ് ലാഭമായി പോയിട്ടുള്ളത്. അപ്പോൾ ഈ പൈസ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാനത്തെ സ്കൂളുകൾക്കും കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മെമ്മോറാണ്ടത്തിൽ MOUവിൽ സൈൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടിയെ ABVPയുടെ പ്രവർത്തകരെ നേരിൽ പോയി കാണുകയും അതുപോലെ തന്നെ നിവേദനങ്ങൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടു അതിലൊരു നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് ABVP വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം
ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ ഈ പ്രതിഷേധങ്ങളെ, ജനാധിപത്യ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങള് പിണറായിയുടെ പോലീസും അതുപോലെ തന്നെ ശിവൻകുട്ടിയും കൈക്കൊണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. സമരത്തിന് നേതൃത്വം നൽകുന്നുള്ള പേരില് സമരപടനായിട്ടുള്ള ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ നാട്ടൂർ റോട്ടിൽ വെച്ച് DYFIയുടെയും SFIയുടെയും CPMന്റെയും ഗുണ്ടകളെ ഇറക്കിയിട്ട് നേരിടുകയാണ് ശിവൻകുട്ടി എന്ന മന്ത്രി ചെയ്യുന്നത്. മന്ത്രി പേടിച്ച് കുറച്ച് ചാനലുകൾക്ക് മുന്നിൽ നിന്ന് പറയുകയാണ്, ഇവരെന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്ന്. എന്നിട്ട് അതേ മന്ത്രി തന്നെ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പറയുകയാണ്, ഓ PM3 പദ്ധതിയിലാണോ ഇവർ സമരം ചെയ്യുന്നത്, സമരക്കാരുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന്. ഇന്നലെയും പറയുന്നു, ഇന്നും പറയുന്നു, ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണെന്ന്. ശിവൻകുട്ടിയോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇത്രയധികം സമരങ്ങൾ നടത്തിയ സമയത്തും നിങ്ങൾക്കൊരു ചർച്ചയും ഉണ്ടായില്ല. ഇപ്പോഴാണ് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യമില്ലാന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയും തെരുവോരങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ABVP ഉണ്ടാവും. ഈ പ്രതിഷേധ സമരങ്ങളെ പാർട്ടി ഗുണ്ടകളെ വെച്ച് അടിച്ചമർത്താനാണ് ഇടതുപക്ഷ സർക്കാരിന്റെയും ശിവൻകുട്ടിയുടെയും ശ്രമമെങ്കിൽ അതിനെ ശക്തമായി തന്നെ നേരിടാൻ അറിയുന്ന പ്രസ്ഥാനമാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. കാരണം ഞങ്ങൾ നിങ്ങളുടെ ഭീഷണിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കും ഭയപ്പെടുന്നവരല്ല. കാരണം വൈകുന്നേരങ്ങളിൽ ദണ്ഡ പിടിച്ചും അതുപോലെ തന്നെ ശാരീരികവും പരിചയമുള്ള ഊർജമുള്ള പ്രസ്ഥാനമാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകും. ഇന്നലെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ച പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പോലീസിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് വരും ദിവസങ്ങളിൽ ABVP തെരുവിലുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഈ പ്രതിഷേധത്തിന് തുടർച്ചയെന്ന നിലയിൽ നമ്മൾ ഇന്ന് റോഡ് ഉപയോഗിച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ്. भारत माता के भारत माता भारत माता के भारत माता के